ചടങ്ങ്. എല്ലാവരും ഇങ്ങനെയാണ് തുണി കഴുകുന്നതൊക്കെ. അവിടെ ഇരുന്ന് നമ്മുടെ മരത്തിലൊക്കെ നോക്കി ഇതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ ഇനി പേരയിലൊക്കെ ഒന്ന് നോക്കും. ഒരു സംഭവമാണ്. ഇരുന്ന് സോപ്പ് പൊടിയൊക്കെ ഇട്ട് വെച്ചേക്കുന്ന തുണിയായത്, അല്ലാതെ ഇത് ചുമ്മാ ഇരിക്കുന്ന തുണിയല്ല കേട്ടോ. സോപ്പ് പൊടി ഇട്ട് വെച്ച തുണി. ഇനി ഇത് ഓരോന്നായിട്ടെടുക്കും. ഓരോന്നായിട്ടെടുത്ത് സോപ്പ് പുരട്ടി അടുത്ത ബക്കറ്റിലിടും. എന്നിട്ട് അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ട് ഈ സോപ്പൊക്കെ പുരട്ടി കഴിഞ്ഞിട്ട് ഇരിപ്പുണ്ട്. കുറേ അങ്ങ് കൈയൊക്കെ നീട്ടി ഇങ്ങനെ നേരെ മുമ്പോട്ട് കൈ നീട്ടി കുറേ മണിക്കൂർ ഇങ്ങനെ നോക്കിയിരിക്കും. അതൊക്കെ നിങ്ങളും കാണാൻ പോകുന്നതാണ്. ഇരുന്നിട്ട് ബക്കറ്റിലൊന്ന് ഊന്നി ഒരു എഴുന്നേപ്പുണ്ട്. അത് ഈ ബക്കറ്റെല്ലാം പറക്കി ഫ്രണ്ടിലോട്ടൊന്ന് വെക്കും. എന്നിട്ട് അതൊരു ചടങ്ങാണ്. ഇതൊക്കെ പുറകാലം ഞാൻ എടുത്ത് കാണിക്കാം. ഒന്ന് കാണാനുള്ളതാണ്. സോപ്പ് പതയാത്തതിൻ്റെ കുറ്റമായി. അടുത്തെടുക്കുക. സോപ്പിടിയിൽ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിലും സോപ്പിട്ട് പിടിപ്പിച്ചതിന് ശേഷമേ മാറ്റത്തുള്ളൂ. ഞാനിങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. അതെന്താ സോപ്പ് കുറച്ചാക്കിയത്? ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോന്ന്? ഓ നടുവേദനയായി. ഇരുന്ന് കഴുകിയിട്ട് നടുവേദന. തുണിയെ പ്രാവിക്കൊണ്ടോ തുണി കഴുകുന്നത് കണ്ടോ? എന്തോടി പാട്ടൊക്കെ കേൾക്കുമ്പോ മനസ്സിലങ്ങ് തുള്ളിപ്പോ. ഞാൻ ഒന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞതാ. തുണിയൊക്കെ കഴുകി കഴിഞ്ഞ് ഇരിക്കും കേട്ടോ. കൈ നീട്ടിയിരിക്കും. ഞാൻ ഫോൺ എടുത്തിരുന്നപ്പോൾ പെട്ടെന്ന് കൈയൊക്കെ അങ്ങ് ഒതുക്കി. ഇനി ഇത് കുറേ സമയമുണ്ട് ഈ ഇരിപ്പ്. എനിക്ക് വയ്യ. ഇത് ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോൾ ഒരു രംഗമുണ്ട്. എന്തോ പറയണേ, ഞാൻ അകത്ത് പോയതായിരുന്നു. ഞാൻ പോയി കഴിഞ്ഞ് ഇവിടെ എഴുന്നേക്കത്തുള്ളൂ. ഞാനിവിടെ വെയിറ്റ് ചെയ്യും ആ എഴുന്നേക്കുന്ന രംഗം. കട്ടെടുത്ത് വെച്ച് അവിടെ ഇരുന്ന് ഞങ്ങളെല്ലാം റെഡിയാക്കും. വെച്ച് ഇനി ആലോചിക്കും. ഇനി ഇതിനിടയ്ക്ക് പേരെ വേണമെങ്കിൽ ഒന്ന് നോക്കും. ഒന്ന് എഴുന്നേറ്റ് അയ്യോ എന്തായാലും ഈ പ്രാവശ്യം വലിയ കഠിനത്. ഇരിപ്പടം മാറ്റുന്ന സ്വഭാവം അങ്ങനെ ഇല്ലായിരുന്നു അത്രയ്ക്ക്. അത് അവിടെ ഇരിക്കും. കച്ച കെട്ടിയേ ഇനി അംഗം തുടങ്ങാൻ പോവുക. അംഗം ഇനി ആ അടി വേണം നിങ്ങൾ കാണാൻ. എന്താ അടിയായിരിക്കും. തുണി കീറി പറഞ്ഞു പോകുന്നു. അല്ല നീറ്റാക്കി അതൊക്കെ ഒരു ചടങ്ങാണ്. ആഹാ തുടങ്ങി അയ്യോ വിരിച്ച് പിന്നെ കഴുകുന്നൊക്കെ. അയ്യോ ഇന്ന് അരിക്ക് കുറവാ. ഇങ്ങനല്ല, ഈ സൗണ്ട് അങ്ങ് അറ്റവും പോലെ കേൾക്കും. അയ്യോടാ, എനിക്ക് ഈ നാട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കാനും പറ്റാത്ത പോലെ. അതിന് വിചാരിക്കും ഈ പെണ്ണുമ്പിള്ളക്ക് വേറെ പണിയില്ല, ആ പെണ്ണുമ്പിള്ള ഇവിടെ ജോലി ചെയ്യുക. അതിനിടയ്ക്ക് ഇവർ ഇത് പൊക്കി പിടിച്ച് ചുമ്മാ കുത്തിയിരിക്കുവാന്ന്. ആരെങ്കിലും ഒരാൾ ജോലി ചെയ്താൽ പറ്റും, ഒരാൾക്കിങ്ങനെ ഇരിക്കരുത് ചുമ്മാ ഒന്ന് ഇടർത്തി. ഇനി ഇത് ഒലയ്ക്കുന്ന കണ്ടുണ്ടല്ലോ, ഒന്ന് കാണാനുള്ളതാ. കാണുന്നും ചെയ്തു. കീറി. ഇതാണ് ഇവിടുത്തെ നിത്യടി. പാവല്ലേ, അടിക്കട്ടെ. അടുത്ത തുണി എടുക്കുക. അങ്ങനെ കഴുകി അത് കൊച്ചിൻ്റെ ഒരു പുതിയ തുണിയാന്നേ. അത് അധികം ഇവിടുന്ന് അടിക്കുന്ന തുണിയൊന്നും അല്ല. അടിച്ച് പറിച്ച് കീറിക്കളയരുത്. അത് കുത്തിപ്പിഴിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്നതങ്ങ് പറ്റി. അല്ലെങ്കിൽ അതും ഒരു കൊടുക്കില്ല. കല്ലിനോടാണോ ദേഷ്യം? എന്നോട് പൊതുവേ അങ്ങ് ദേഷ്യമാണ്. അടിക്കാൻ പറ്റിയ സാധനം ഇതടിക്കും. കണ്ടോണം, ഇതടിയെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ
ഓ എൻ്റെ മീൻ തരാം. ആ അടി അടി ഇറക്കട്ടെ. ആഞ്ഞടി അടി തീർത്തടി. ഇടത്ത് തിരിഞ്ഞടിക്ക്. ആ മുമ്പോട്ടടിക്ക്. മടക്കിയിട്ടടിക്കുക. അത് നിവർത്തിയിട്ടടിക്ക്. ഓ കമൻട്രി എങ്കിലും പറയാൻ ഒരാൾ വേണ്ടേ. പാവ സ്ത്രീയാണ്. വിളഞ്ഞത് അതും കൂടി ചായക്കേ. ആണ്ടത് ഇത് വിളഞ്ഞതാ. വിളഞ്ഞില്ലയോ? ഇല്ലയോ? കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല വിളഞ്ഞാണ്. എന്ത് ഉണ്ടോ? വിളഞ്ഞില്ല. കുറച്ചുകൂടെ വിളയുണ്ട്. നമ്മൾ താഴെ നോക്കി കഴിഞ്ഞാൽ വിളഞ്ഞാൽ തോന്നുന്നു. ആ അതാ. വിരിച്ചിട്ട് കാണിക്കണ്ടേ? ഇത് പുറകെ നടന്നേ ചിലപ്പോൾ എപ്പോഴും നടത്തില്ല. നല്ല തെറി വിളിക്കാൻ സാധ്യത കൂടുതലുണ്ട്. ചുമ്മാ അത് പാവം കേട്ടോ. കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. പാവോ ശുദ്ധഗതിക്കാരിയാ. ഞങ്ങളുടെ പിള്ളേരൂടെ വേണം അവർ. ഇനി അത് വിടർത്തി അതിനകം കണ്ട് അതിനകത്തൂടെ വെള്ളം കയറ്റി ഇറക്കണം. കേട്ടണേ? ആ ഇതാ ഈ വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങാതെ അവൾ ആ തുണി വലിച്ചിടത്തില്ല. കണ്ടോ? അടുത്ത ബക്കറ്റിലിട്ട് നൈറ്റി ആയാലും എന്ത് സാധനം ഞാൻ അതിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വെള്ളം അതിനകത്തൂടെ കയറിയിട്ട് ഇറക്കി വെളിയിൽ വന്ന് അത് പീച്ചിയെടുത്ത് ഇടിയപ്പം പീച്ചിയെടുത്ത് എന്നിട്ട് ആ തുണി കൊണ്ടുവന്ന് വെച്ചിടത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, തുണി പിഴിയുന്നത് ശരിക്കും പിഴിയത്തില്ല. ഇത്രയെല്ലാം ചെയ്ത് വരെ കറക്റ്റ് തുണി പിഴിയുന്ന കറക്റ്റ് പിഴിയത്തില്ല. കൊണ്ടുവന്നിങ്ങനെ അങ്ങ് ഇടും. ആ ഒരു ദോഷമേ ഉള്ളൂ. ഞാൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് മീൻ ഉണ്ടെന്ന് നോക്കാം.